ഈ ഒരു ഈ ഒരു ട്രെയിലറിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമ ടൈം ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജേണലിൽപ്പെട്ട സിനിമയാണ്. ലോകേഷ് എനിക്ക് തോന്നുന്നില്ല ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. കാരണം ഇത്രയും നാൾ ലോകേഷിൻ്റെ സിനിമകൾ എല്ലാവരും കണ്ടിരിക്കുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റോ സിനിമയായിട്ടാണ്. അതായത് അതിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലേവർ ഉണ്ട് ആ സിനിമയ്ക്ക്. ഇമാജിനറിയിൽ നിർത്തി ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് പെട്ടെന്നൊരു ജേണൽ ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇതിനകത്ത് ആ ഒരു ട്രെയിലറിൽ കൂടെ തന്നെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറി മനസ്സിലായി വരും. ഞാൻ പെട്ടെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു സ്റ്റോറി പെട്ടെന്ന് ക്വിക്കിൽ പറഞ്ഞുതരാം. നാഗാർജുനയുടെ ക്യാരക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു പവർ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു ഹാർബർ, നാഗാർജുന എന്ന ക്യാരക്ടറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും സൗബിൻ ചെയ്യുന്ന ദയാൽ എന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിലൂടെയാണ് നാഗാർജുന എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഇല്ലീഗൽ പരമായിട്ടുള്ള എന്തോ വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവങ്ങൾ അവരവിടെ നടത്തുന്നുണ്ട്. അതിന്റെ പുറകിൽ ആ ഒരു സെറ്റപ്പിന്റെ ഉള്ളിൽ ആ പവർ ഹൗസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ് സത്യരാജിന്റെ ക്യാരക്ടർ. സത്യരാജിന് ഒരു ഫാമിലി ഉണ്ട്. ഹാർബറിന്റെ ഉള്ളിലെ പവർ ഹൗസിൽ തന്നെയാണ് സത്യരാജ് അങ്ങനത്തെ ഒരു പരിപാടികൾ ചെയ്യുന്നതെന്നുള്ള ഒരിക്കലും ഒരു ക്ലാരിറ്റി അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ സത്യരാജ് എന്ന് പറയുന്നത് ഈ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഹിഡൻ പ്ലേസിൽ ഇരുന്ന് അങ്ങനത്തെ ഇത് ചെയ്യുന്ന ആളായിരിക്കും, അതല്ലെങ്കിൽ ഈ ഹാർബറിന്റെ ഉള്ളിൽ തന്നെ പവർ സ്റ്റേഷന്റെ ഉള്ളിൽ ഒരു ഓപ്പറേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും സത്യരാജ്. ഈ സിനിമയുടെ ഇമോഷൻസ് ഫുള്ള് നിൽക്കുന്നത് സത്യരാജിന്റെയും ഫാമിലിയുടെയും ഇത് ബാക്ക്ഗ്രൗണ്ട് ചുറ്റിപ്പറ്റിയാണ്. സത്യരാജിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ രജനീകാന്തിന്റെ ക്യാരക്ടർ. രജനീകാന്തിന്റെ ക്യാരക്ടറിന് ഒരു പാസ്റ്റ് ഉണ്ട്. കുറെ നാളായിട്ട് രജനീകാന്ത് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാതെ ഒളിവിലിരിക്കുന്ന ഒരാള് തന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള സത്യരാജിന് എന്തോ സംഭവിക്കുമ്പോൾ ഈ ഒരു നാഗാർജുനരെ ഇതിലേക്ക് വരിക, ഈ ഒരു ഹാർബറിൽ വന്നൊരു കൂലിയായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുകയും സൗബിൻ അതിനെ തപ്പുന്നതും പിന്നെ നടക്കുന്ന കുറെ ഇവന്റ്സുകൾ ഇവർ തമ്മിലുണ്ടാവുക, പിന്നെ ക്ലാഷുകളും ഒക്കെ ആയിരിക്കും. എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു സ്റ്റോറി ലൈൻ ഇതാണ്. ഒരു ഫിലിം മേക്കർ ഒരു സിനിമയെ കാണുന്നൊരു വിഷൻ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു വിഷനാണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ആ ഒരു സിനിമയെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ ഈ സിനിമ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഇതിൽ എവിടെയാണ് അമീർ ഖാനെ പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമീർ ഖാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരാളായിരിക്കും. ഒരിക്കലും ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാവാൻ ചാൻസ് കുറവാണ്. അമീർ ഖാന്റെ ഒരു ഏജിങ്ങും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പുതിയൊരാളായിരിക്കും. ഒന്നെങ്കിൽ നാഗാർജുന ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും, അതല്ലെങ്കിൽ രജനീകാന്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ഒരാളാവും. മേ ബി എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇതാണ് ഒരു ട്രെയിലറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഏകദേശം ഒരു ചെറിയൊരു സ്റ്റോറി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റോറി ആയിരിക്കില്ല ചിലപ്പം കൂലി എന്ന് പറഞ്ഞാൽ ലോകേഷ് എവിടേക്കാണ് ഈ ഫ്ലാഷ് ബാക്ക് കണക്ട് ചെയ്യുന്നത്, എവിടേക്കാണ് കട്ട് ചെയ്യുന്നത്, എവിടേക്കാണ് ഇന്റർകട്ട് പോകുന്നത്, ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു വിഷനാണ്. ഇത്രയും ഹൈപ്പിൽ വന്ന് ഇത്രയും സ്റ്റാർസിനെ യൂസ് ചെയ്ത് ഒരു ഫിലിം മേക്കർ ചെയ്യുന്ന സിനിമ ഇത് മിനിമം ബ്ലോക്ക് ബസ്റ്റർ അടിക്കണം എന്നുള്ള രീതിയിലേ നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ട്രെയിലർ കട്ടിലൂടെ അവർ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആ ഒരു സ്റ്റോറിയാണോ കൂലി എന്ന ഒരു സിനിമയ്ക്കുള്ളിൽ വരാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ ഓളെന്നാക്കിയിട്ട് എങ്കിലും ഞാൻ ഇനി ഇടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫീഡിൽ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.